പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടക്കം മുതലേ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. ഒരു സമ്മേളന കാലയളവ് എങ്ങനെ ഭരണഘടനാ വിരുദ്ധമാക്കാം എന്ന ഗവേഷണത്തിലാണെന്ന് തോന്നുന്നു BJP. ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ ചർച്ച, അവസാനം ഇപ്പോൾ ഭരണഘടനാ ശില്പിയെ അവഹേളിക്കൽ എന്നിങ്ങനെ നീളുന്നു BJPയുടെ രാജ്യവിരുദ്ധത. പുറത്ത് പാടി നടക്കുന്ന ദേശസ്നേഹം ദേശത്തോടാണോ അതോ ദേശത്തെ ചില വിഭാഗത്തോടാണോ എന്ന് ഓരോ പൗരനും തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ BJPയുടെ നിലപാട്. ഈ രാജ്യത്തെ മഹത്തായ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറെ പോലും പാർലമെന്റ് പോലൊരു സ്ഥലത്തിരുന്ന് കവല പ്രസംഗത്തിന്റെ ലാഘവത്തോടെ അധിക്ഷേപിക്കാം എന്ന BJPയുടെ അപകടകരമായ ധൈര്യം കൂടെയാണ് ഇത് കാണിക്കുന്നത്. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. അംബേദ്കറുടെ പേര് പറയുന്നത് ഒരു ഫാഷനായി മാറിയെന്നും അംബേദ്കർ 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 എന്ന് പറയുന്ന അത്രയും തവണ ദൈവനാമം പറഞ്ഞിരുന്നെങ്കിൽ 7 സ്വർഗം കിട്ടിയേനെ എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെടുന്നത്. ഈ നാട്ടിലെ ഭരണഘടനാ ശില്പിക്കും ഭരണഘടനയ്ക്കും എന്തെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വരില്ലായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം ദൈവനാമം ജപിച്ചുണ്ടായതല്ല. ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ അവകാശങ്ങൾക്കും രാജ്യത്തിനു വേണ്ടി പോരാടി മാത്രമുണ്ടായതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു രാജ്യം സമരം നടത്തിയപ്പോൾ ചൂഷകരുടെ ഷൂ നക്കി അതിനോട് സഹകരിച്ചവരുടെ പിന്മുറക്കാർക്ക് ആ ചരിത്രം അറിയാൻ തന്നെ വഴിയില്ല. ജാതിയുടെയും മതത്തിന്റെയും തുലാസിൽ വെച്ചല്ലാതെ ഇക്കൂട്ടർ ഒന്നിനെയും അളക്കില്ല എന്നതുകൂടെ ഇവിടെ വ്യക്തമാവുകയാണ്. ഇതാദ്യത്തെ സംഭവമല്ല. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ ഉൾപ്പെടെ ഈ കേന്ദ്രമന്ത്രിയും, എന്തിനേറെ പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളുടെ പട്ടിക എടുത്താൽ തന്നെ മതന്യൂനപക്ഷങ്ങളോടും ദലിതരോടുമുള്ള അവരുടെ എതിർപ്പും വിദ്വേഷവും വ്യക്തമാവും. ഇത് പല കാര്യങ്ങളിലും ഔദ്യോഗികമായി തന്നെ BJP പിന്തുടർന്നു വരുന്നുമുണ്ട്. പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിന് രാജ്യത്തെ പ്രഥമ പൗര എന്ന സ്ഥാനം വഹിക്കുന്ന പ്രസിഡന്റിനെ പോലും മാറ്റി നിർത്തി ചില അർദ്ധനഗ്നരായ കാഷായധാരികൾക്ക് ഇടം നൽകിയതും ഇതിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവർ എന്ന് BJP തന്നെ അവകാശപ്പെടുന്ന സന്യാസികൾ പറഞ്ഞു കാണും ദളിതയായ പ്രസിഡന്റിനെ ആ മഹത്തായ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ. സ്വാമി പറഞ്ഞാൽ പിന്നെ എന്തോന്ന് ഇന്ത്യൻ പ്രസിഡന്റ്. തിരഞ്ഞെടുപ്പിൽ BJP തോൽക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്തുവെങ്കിലും കർണാടകയിൽ സംഭവിച്ച മാറ്റം നമുക്കെല്ലാം അറിയാം. BJPയുടെ വിദ്വേഷ പ്രചാരണം വരുന്നതിന് മുൻപ് കർണാടകയിലെ എല്ലാ വീടുകളിലും സൂക്ഷിച്ചിരുന്ന ഒരു ചിത്രമുണ്ട്. അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. അത് ടിപ്പു സുൽത്താന്റെ ചിത്രമായിരുന്നു. കന്നഡ നാടിന്റെ വീരപുത്രനായിരുന്നു ടിപ്പു. പക്ഷെ ഇന്ന് ഹിന്ദു വീടുകളിൽ നിന്നും ക്രിസ്ത്യൻ വീടുകളിൽ നിന്നും പതിയെ പതിയെ ടിപ്പുവിന്റെ ചിത്രം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ധീരനായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയിൽ നിന്നും കേവലം ഒരു മുസ്ലിം നാമധാരിയായി ടിപ്പുവിനെ മാറ്റി തീർക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് RSSന് സാധിച്ചു. ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെയും ഇങ്ങനെ മാച്ചു കളയാനാണ് BJPയുടെ ഇപ്പോഴത്തെ അജണ്ട. സംഘപരിവാറിന്റെ ഈ ചുവട് പിടിച്ചാണ് കേരളത്തിൽ RSSന്റെ B ടീമായി പ്രവർത്തിക്കുന്ന മൗദൂദികൾ അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഭഗത് സിംഗിനെ തീവ്രവാദിയാക്കിയത്. ഇതാണ് വർഗീയതയുടെ മുഖം. അതിപ്പോ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും.